We are only 1 month away from iPhone 16 Pro and Pro Max. Yes, ഈ വരുന്ന സെപ്റ്റംബറിൽ ആപ്പിൾ ഇവൻറ്റിൽ വെച്ച് നമുക്ക് ഈ പറയുന്ന ഐഫോൺ 16 ആൻഡ് 16 പ്രോ മാക്സ് സീരീസുകൾ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 16 പ്രോ സീരീസുകളുടെ ലീക്സും റൂമേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതേപോലെ അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് എബിൻ സേവ്യ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം തന്നെ നമ്മുടെ ബാഡ് ന്യൂസിന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 16 സീരീസ് അല്ലെങ്കിൽ 16 പ്രോ സീരീസ് റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കുന്നതല്ല. യെസ്, ഞാൻ പറയാം. കാരണം ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഡിവൈസ് സെപ്റ്റംബർ റിലീസ് ആവുകയും അതിൽ ആപ്പിൾ ഇൻ്റലിജൻസിൽ എന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിലും ആ ഒരു പേഴ്സണൽ സങ്കടം ഉണ്ടായിരുന്നു. ഇത് എന്നാണ് റിലീസ് ആവാൻ പോകുന്നത് വെച്ചാൽ ഒക്ടോബറിൽ വരുന്ന iOS 18.1 എന്ന് പറഞ്ഞ അപ്ഡേഷനിലായിരിക്കും ആപ്പിൾ ഇൻ്റലിജൻസ് പബ്ലിക്കിനായിട്ട് ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ ചിന്തിച്ചു, എന്ത് തെണ്ടിത്തരമുണ്ട്. കാരണം ഐഫോൺ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഐഫോൺ 16 പ്രോ സീരീസ് വാങ്ങിക്കുന്ന എല്ലാവരും ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാൻ പോകുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് സീരീസ് 9 റിലീസ് ചെയ്തപ്പോൾ ഡബിൾ ടാപ്പ് എന്ന ഫീച്ചറാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. പക്ഷേ ആ ഒരു ഫീച്ചർ വാച്ച് റിലീസ് ചെയ്തപ്പോൾ തന്നെ കൊടുത്തില്ല. വാച്ചേഴ്സ് 10.1 എന്ന അപ്ഡേഷനാണ് ആപ്പിൾ കൊടുത്തത്. ആ സെയിം പ്രിൻസിപ്പൾ തന്നെയാണ് ഇവിടെയും ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഐഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കില്ല. എസ്പെഷ്യലി 16 സീരീസാണ് ഞാൻ പറയുന്നത്. ആ ഒരു അപ്ഡേഷൻ iOS 18.1 എന്ന അപ്ഡേഷനിലായിരിക്കും ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് ലഭിക്കുക. രണ്ടാമത്തെ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ബാഡ് ന്യൂസ് ആയിട്ട് ഫീൽ ചെയ്താണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലെങ്കിൽ ഓക്കെ. എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോറേജ് 2 TB വരെ ആപ്പിൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബാഡ് ന്യൂസ് ആണെന്ന് വെച്ചാൽ ഒരു നടുക്ക് നിൽക്കുന്ന ന്യൂസായിട്ട് എനിക്ക് വേണമെങ്കിൽ കൂട്ടാം. കാരണം ഈ സ്റ്റോറേജിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് ഐഫോണിൻ്റെ പ്രൈസ് നന്നായിട്ട് കൂടും. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് കോണ്ടൻറ്റ് എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഹയർ സ്റ്റോറേജ് പോകും. അപ്പോൾ അതനുസരിച്ച് ഹയർ പ്രൈസും പോകും. പക്ഷേ അതിനൊരു സൊല്യൂഷൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ, ഷാസിക്കയുടെ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരൻ കുറേ കോണ്ടന്റ് ഷൂട്ട് ചെയ്തു, പക്ഷെ എല്ലാം പോയി എന്ന് പറഞ്ഞു. അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഒരു പെൻ ഡ്രൈവ്. ഈ പറയുന്ന സാൻഡിസ്കിൻ്റെ ഒക്കെ പെൻ ഡ്രൈവുകൾ നമുക്ക് കിട്ടും. അത് വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. കാരണം അതിൽ USB-Cയും അതേപോലെ നമ്മുടെ USB-Aയും ഉള്ളതുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫറിങ് വേഗം ചെയ്യിക്കുക. നിങ്ങളുടെ ഫോട്ടോസും ഡാറ്റാസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കോപ്പി ചെയ്തിടാം. 128 GB ഏകദേശം 1500 രൂപയുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു SSD വാങ്ങിക്കുക. കാരണം അങ്ങനെ വാങ്ങിച്ച അപ്പം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസും ഡാറ്റാസും ഒന്നും പോകില്ല. ഏറ്റവും ബേസിക് സ്റ്റോറേജ് 128 GB എടുത്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്ത് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ബാക്കിയല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഹൈ റെസൊല്യൂഷൻ പാക്കൊക്കെ ഡൗൺലോഡ് ചെയ്താലും ഒരു 50 GB ഗെയിം വന്നാലും ബാക്കി ഒരു 50 GB നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഈ പറഞ്ഞ വാട്സാപ്പ് ഡാറ്റയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോട്ടോസും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തതാണെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ട് അവിടെ കിടന്നോളും. അതൊരിക്കലും പോവില്ല. താഴത്തിട്ട് നശിപ്പിക്കാതെ മതി. എന്നാലും നിങ്ങൾക്ക് സേഫ് ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റും. ലാപ്ടോപ്പിലേക്കോ നിങ്ങളുടെ മാക്ബുക്കിലേക്കോ ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പെൻ ഡ്രൈവ് വാങ്ങിക്കുക, ഈ പറഞ്ഞ എല്ലാ ഡാറ്റാസും കോപ്പി ചെയ്തിടുക. അതാണ് ഏറ്റവും ഐഡിയലി പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴ, കാറ്റ്, തണുപ്പ് എന്നീ പറഞ്ഞ കാര്യങ്ങളുണ്ട്. AC-യും ഫാനൊക്കെ ഭയങ്കര കുറവായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം സമ്മർ വരും. സമ്മറിൽ നമ്മുടെ ചൂട് കൂടും, അതേപോലെ കറണ്ട് കാശും കൂടും. സമ്മറിലല്ലാതെ എല്ലാ സീസണിലും നമുക്ക് കറണ്ട് കാശ് കുറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് വീട്ടിൽ സോളാർ വെക്കുക എന്ന് പറയുന്നത്. പേഴ്സണലി എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് സൂര്യപ്രഭയുടെ സോളാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് കാര്യം പറയാം. 10,000 രൂപ ബില്ല് വന്നിരുന്ന എൻ്റെ വീട്ടിൽ ഇപ്പോൾ 1000 രൂപയുടെ താഴത്താണ് ബില്ല് വരുന്നത്. 9,000 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. സോ നിങ്ങളുടെ വീട്ടിൽ സോളാർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ കറണ്ട് ബില്ല് നല്ല കൂടുതലാണെങ്കിലും ഏറ്റവും ആദ്യം കോൺടാക്ട് ചെയ്യേണ്ട നല്ലൊരു പ്രൊവൈഡർ സൂര്യപ്രഭ തന്നെയാണ്. തൊട്ട് താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും അവർ തരും.
സബ്സിഡി, അതേപോലെ നമ്മുടെ റൂഫിൻ്റെ പൊക്കത്ത് ഈ പറഞ്ഞ സോളാർ വെക്കാൻ പറ്റുമോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. ലോണുകളുടെ കാര്യം, അതേപോലെ എല്ലാ ലീഗൽ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു കാര്യവും ഓർത്ത് ടെൻഷൻ ആവേണ്ട. ഈ ഒരു സൂര്യപ്രഭയുടെ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. തൊട്ട് താഴത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സോ ബാക്ക് ടു അവർ ഐഫോൺ സീരീസ് ലീക്സ്. ഇനി ഐഫോൺ 16 പ്രോയിൽ വരുന്ന ഗുഡ് ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, നമുക്ക് 4 പുതിയ കളർ വേരിയന്റിലാണ് ഐഫോൺ 16 പ്രോ സീരീസുകൾ വരാൻ പോകുന്നത്. ഒന്ന് ഫുൾ വൈറ്റ്, 2 ഗ്രേ, മൂന്നാമത്തെ ഇപ്പോൾ ഐഫോൺ 16 പ്രോയിൽ വരാൻ പോകുന്ന ഡാർക്ക് ബ്ലാക്ക് എഡിഷൻ, നാലാമത്തെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു റോസ് ഗോൾഡ് എഡിഷൻ. ഇതെല്ലാം ടൈറ്റാനിയം ഫിനിഷിലായിരിക്കും വരുന്നത്. നേരത്തെ നമ്മുടെ 15 പ്രോയിലൊക്കെ വന്ന ആ ഒരു ബ്രഷ് എഫക്റ്റ് ആയിരിക്കില്ല ഈ വട്ടം. കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും ഈ പറഞ്ഞ 16 പ്രോ സീരീസിൽ നമുക്ക് വരാൻ പോകുന്നത്. അടുത്തത് ക്യാമറ സ്പെക്ക് നോക്കാം. ക്യാമറ സ്പെക്കിൽ അൾട്രാ വൈഡ് ലെൻസ് നമുക്ക് 48 മെഗാ പിക്സലിലേക്ക് ജമ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം 15 പ്രോ മാക്സിൽ മാത്രം വന്ന 5x ടെലിഫോട്ടോ ക്യാമറ ഇല്ലേ, അത് ഈ ഒരു കൊല്ലം 16 പ്രോ സീരീസിലേക്ക്, 16 നോൺ പ്രോ സീരീസിലല്ല 16 പ്രോ സീരീസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയറിൽ നമുക്ക് വന്ന എല്ലാ സ്പെക്കും ആ ഒരു 5 ടെലിഫോട്ടോ ലെൻസിൻ്റെയും സ്പെക്കുകൾ ഈ പറഞ്ഞ 16 പ്രോ സീരീസിൽ, പ്രോ മാക്സ് അല്ല പ്രോ സീരീസിലും നമുക്ക് ലഭിക്കും. സോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്രോപ്പിങ്ങും അടിപൊളിയായിട്ടുള്ള ഫോട്ടോഗ്രാഫിയും ഇനി 16 പ്രോയിലും നമുക്ക് എടുക്കാൻ പറ്റും. ഈ ക്യാമറ സ്പെക്ക് പറയുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ കൂടെ തന്നെ വരാൻ പോകുന്ന അടുത്തൊരു ബട്ടൺ, ക്യാപ്ചർ ബട്ടൺ. അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ക്യാപ്ചർ ബട്ടൺ 16 സീരീസിൽ, നോൺ പ്രോ സീരീസിലും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാപ്ചർ ബട്ടണിൽ ഒരു ഫിസിക്കൽ ബട്ടൺ ആയിരിക്കില്ല വരുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ടച്ചിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി അനുസരിച്ചായിരിക്കും ക്യാപ്ചർ ബട്ടൺ ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ക്ലിക്കുകൾ മാത്രമല്ല, അത് ഫോക്കസ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് അപ്പും സ്വൈപ്പ് ഡൗണും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം അനുസരിച്ച് ഈ പറയുന്ന സൂമും സൂം ഔട്ടും നമുക്ക് ക്യാപ്ചർ ബട്ടണിൽ വരും. അതുകൊണ്ട് തന്നെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ക്യാമറ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ക്യാമറ ഇങ്ങനെ വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യില്ലേ, ആ ക്ലിക്കിംഗ് ഓപ്ഷനും സൂമിങ്ങും ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു സൂമിങ്ങും ഇല്ലേ, ആ ഒരു സൂമിങ്ങും ഇനി ഈ പറഞ്ഞ ഐഫോൺ 16 സീരീസിൽ, പ്രത്യേകിച്ച് 16 പ്രോ സീരീസിൽ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി, നമ്മൾ ആക്ച്വലി ഒരു DSLR ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഇല്ലേ, ആ ഒരു ഫീഡ്ബാക്ക് ഈ പറഞ്ഞ ഐഫോൺ 16 പ്രോ സീരീസിൽ നല്ല രീതിക്ക് നമുക്ക് ലഭിക്കും. എസ്പെഷ്യലി സൂമിങ് ആൻഡ് സൂം ഔട്ടൊക്കെ കുറച്ചുകൂടെ ഫ്ലോലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയുടെ കാര്യം, ഇതിനാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഇംപ്രൂവിങ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഐഫോൺ 16 പ്രോ മാക്സിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ മെറ്റൽ ബാറ്ററി വരിക എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു വട്ടം എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ ഐഫോൺ 16 പ്രോ സീരീസിലെല്ലാത്തിലും, ബാക്കി എല്ലാ സീരീസും അതെ, പക്ഷേ പ്രോ സീരീസുകൾ 16 പ്രോ ആൻഡ് പ്രോ മാക്സിലും മെറ്റൽ കേസിങ്ങുള്ള ബാറ്ററി ആയിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ബാറ്ററി കപ്പാസിറ്റി 16 പ്രോയിൽ ലഭിക്കും. ആൻഡ് 16 പ്രോയിൽ ബെറ്റർ ബാറ്ററി ആകുമ്പോൾ എന്ത് വരും, ബെറ്റർ ചാർജിങ് വരും. യെസ്, ഈ പറഞ്ഞ 20 or 27 വാട്ടിൽ നിന്ന് 45 വാട്ടിലേക്ക് ആപ്പിൾ ഫാസ്റ്റ് ചാർജിങ് ഇംപ്രൂവ് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ടും അത് ഐഫോൺ യൂസേഴ്സിന് നല്ലതാണ്. കാരണം ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് ഇല്ല എന്നുള്ള പരാതി ഇതോടെ തീരും. ഇത് വയർഡ് ചാർജിങ് ആണ് 45. പക്ഷെ പേടിക്കണ്ട, മാക്സ് സേഫിലും 15 വാട്ടിൽ നിന്ന് 20 or 25 വാട്ടിലേക്ക് മാക്സ് സേഫിനും ഇംപ്രൂവിങ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, മാക്സ് സേഫിന് ഒരു QI2 എന്നുള്ള ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ മാക്സ് സേഫിൻ്റെ മാഗ്നറ്റ്സ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ ചാർജിങ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആകും. ഞാൻ അന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്കിത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 20 വാട്ട്സ് അല്ലെങ്കിൽ 25 വാട്ട്സ് വരെ മാക്സ് സേഫിൽ വയർലെസ് ചാർജിങ്ങിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടി. പക്ഷേ ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസ് ചൂടാവില്ലേ, ഗെയിം കളിക്കുമ്പോൾ ചൂടാവില്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാഫൈറ്റിൻ്റെ പാനൽ ഐഫോണിൻ്റെ ബാക്കിൽ ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നമുക്കറിയാം ഹീറ്റ് മാനേജ്മെൻറ്റിന് ഐഫോൺ കുറച്ചധികം പേറ്റന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു പേറ്റന്റാണ് ഗ്രാഫൈറ്റ് പാനൽ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫൈറ്റ് പാനൽ ബാക്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഹീറ്റ് നല്ല രീതിക്ക് കുറക്കാൻ വേണ്ടി ഈ പറയുന്ന പാനൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സോ ഈ പറയുന്ന മാക്സ് സേഫ് ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ആവും, ഗെയിമിംഗ് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ആവും, ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ആവും. ഇതെല്ലാം കുറച്ചും കൂടെ കുറയ്ക്കാനും നമ്മുടെ ഹീറ്റ് മാനേജ് ചെയ്യാനും
ഈ പറയുന്ന ഗ്രാഫൈറ്റ് പാനൽ ഐഫോൺ 16 പ്രോ സീരീസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും നല്ല രീതിക്കുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള യൂസർ എക്സ്പീരിയൻസ് പുതിയ യൂസേഴ്സിന് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോൺ 16 പ്രോ ആൻഡ് പ്രോ മാക്സിൻ്റെ ലീക്സ് ആൻഡ് റൂമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തായാലും പുതിയ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള കിടിലം കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തെ ബെല്ലും കൂടെ എനേബിൾ ചെയ്യണം. ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഞാൻ തൊട്ടതായി കൊടുത്തിട്ടുണ്ട്. Go follow me on Instagram too. And thank you so much for watching this whole video. This is Jebin Xavier signing from Epica. And have a nice day.